നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നു. സ്വർണ്ണവിലയിൽ അസാധാരണ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച പവന് ഒറ്റയടിക്ക് 8640 രൂപ കൂടി. രാജ്യാന്തര വിലയിൽ ഒറ്റ രാത്രി കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടായതാണ് കേരളത്തിലെ വിലയിൽ പ്രതിഫലിച്ചത്. പവന് 1,31,160 രൂപയാണ് ഇന്നത്തെ വില. ആദ്യമായാണ് കേരളത്തിലെ സ്വർണ്ണവില 1,30,000 കടക്കുന്നത്. ഗ്രാമിന് 1080 രൂപ കൂടി 16,395 ആയി. ഇന്നലെ രാവിലെയാണ് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് 15,000 രൂപ കടന്നത്. തൊട്ടടുത്ത ദിവസം 16,000 രൂപയിലെത്തി. ചൊവ്വാഴ്ച ഗ്രാമിന് 14,845 രൂപയിലായിരുന്നു സ്വർണ്ണവില. ഇന്നലെ രാവിലെ 295 രൂപ വർദ്ധിച്ച് 15,140 രൂപയിലെത്തി. ഉച്ചയ്ക്ക് 175 രൂപ വർദ്ധിച്ച് 15,315 രൂപയായി. ഈ വിലയിലാണ് ഇന്ന് 1080 രൂപയുടെ വർധനമുണ്ടായത്. 2 ദിവസത്തിനിടെ 1,550 രൂപ ഗ്രാമിന് വർദ്ധിച്ചു. പവന് 12,400 രൂപയുടെ വർധന. രാജ്യാന്തര സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം. തിങ്കളാഴ്ച ട്രോയ് ഔൺസിന് $5,000 മറികടന്ന സ്വർണ്ണവില ഇന്ന് എത്തി നിൽക്കുന്നത് 5,591.61 എന്ന സർവകാല ഉയരത്തിലാണ്. ഇന്നലെ വൈകിട്ട് കേരളത്തിൽ അവസാനമായി വില വർദ്ധിപ്പിച്ച സമയത്ത് $5,290 ഇവിടെ നിന്നാണ് കുത്തനെയുള്ള വർധനവ്. നിലവിൽ $5,534 രാജ്യാന്തര വില. US ഇറാൻ സംഘർഷ സാധ്യത മൂർച്ഛിച്ചതോടെ സുരക്ഷിത നിക്ഷേപം എന്ന ഡിമാൻഡ് ഉയർന്നതും ഡോളർ വില ഇടിയുന്നതും സ്വർണത്തിന് ഊർജമായി. US ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ചതുപോലെ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി. ഫെഡ് യോഗശേഷം ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവന പണപ്പെരുപ്പ ഭീഷണിയെ സൂചിപ്പിക്കുന്നതാണ്. ഇതും സ്വർണത്തിന് നേട്ടമായി. ഡോളറിന്റെ മൂല്യം 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. ഡോളറും സ്വർണ്ണവിലയും തമ്മിലുള്ള വിപരീത അനുപാതം സ്വർണത്തിന് ഗുണകരമായി. ഡോളർ ദുർബലമാകുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണവില വർദ്ധിക്കുന്ന പ്രവണതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ വിപണിയിലും വലിയ ചലനമുണ്ടാക്കി. ഭാവിയിൽ ഡോളറിന്റെ മൂല്യം കുറച്ചു നിർത്താൻ വൈറ്റ് ഹൗസിനുള്ളിൽ ധാരണയുണ്ടെന്ന സൂചനകൾ പുറത്തു വന്നത് ഡോളർ വിറ്റഴിക്കലിന് കാരണമായി. പുതിയ ഫെഡറൽ റിസർവ് മേധാവിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ചുമതലയേൽക്കുന്നതോടെ പലിശ നിരക്ക് കുറയുമെന്നുള്ള ട്രംപിന്റെ പ്രവചനവും വിപണിയെ സ്വാധീനിച്ചു. US-ലെ ഉപഭോക്തൃ ആത്മവിശ്വാസം കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ താഴ്ന്ന നിലയിലെത്തി. തൊഴിൽ വിപണിയിലെ മാന്ദ്യവും ഉയർന്ന വില നിലവാരവുമാണ് ഇതിന് കാരണമായത്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിക്ഷേപകരെ കൂടുതൽ സുരക്ഷിതമായ ആസ്തികളിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചു. കേന്ദ്ര ബാങ്കുകളും വ്യക്തിഗത നിക്ഷേപകരും ഡോളർ ഇതര ആസ്തികളിലും സ്വർണം പോലുള്ള ഭൗതിക ആസ്തികളിലും നിക്ഷേപം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. 2026 സ്വർണ്ണവില ഔൺസിന് $6,000 വരെ ഉയർന്നേക്കാമെന്ന് ഡോയ്ച്ചെ ബാങ്ക് പ്രവചിക്കുന്നു. ഡോളറിന്റെ മൂല്യത്തകർച്ചയും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്നിടത്തോളം സ്വർണത്തിന്റെ മുന്നേറ്റം തുടരാനാണ് സാധ്യത. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നതിനാൽ സമീപ കാലയളവിൽ വില ഇനിയും ഉയർന്നേക്കാം. റഷ്യ യുക്രൈൻ ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ, US ഫെഡിന്റെ പലിശ നയം, ട്രംപ് പവൽ ഭിന്നത എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ നേടി കത്തിക്കയറുകയാണ്. ഇന്ന് രാവിലെ ഒരു ഘട്ടത്തിൽ ഔൺസിന് $500 മുകളിലെ ഒറ്റ കുതിപ്പിൽ രാജ്യാന്തര വില 5,578.85 എന്ന സർവകാല ഉയരത്തിലെത്തി. രാജ്യാന്തര വില ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് 2 രൂപയോ 2.5 രൂപയോ കൂടാം. അപ്പോൾ $500 കൂടിയാലോ? ഇന്ന് ഒറ്റ ദിവസം പവന് 8,000 മുതൽ 10,000 രൂപ കൂടിയാലും അത്ഭുതപ്പെടേണ്ട. 10,000 രൂപ വരെ ഒന്ന് ഒറ്റയടിക്ക് കൂട്ടാൻ വ്യാപാരികൾ തയ്യാറായേക്കില്ല. എങ്കിലും ഇന്ന് കേരളത്തിൽ സ്വർണത്തിന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കനത്ത വർധന പ്രതീക്ഷിക്കാം. ഇറാൻ ആഗോള എണ്ണ ഉൽപാദന വിതരണ രംഗത്തെ നിർണായക ശക്തിയാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഗൾഫിൽ നിന്നുള്ള എണ്ണ രാജ്യാന്തര വിപണിയിലെത്തുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷ ഭീതിയുടെ പശ്ചാത്തലത്തിൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം എന്ന വിലയിരുത്തലുണ്ട്. ഇതുമൂലം ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. WTI ഇനത്തിന് വില ബാരലിന് 1.31% മുന്നേറി 63.21 ഡോളറിലും, ബ്രന്റ് വില 1.73% വർദ്ധിച്ച് 68.74 ഡോളറിലും എത്തി. എണ്ണവില കൂടുന്നത് ഇന്ത്യക്ക് സാമ്പത്തിക ആഘാതമാകും. കാരണം ഉപഭോഗത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 90% വരെയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ എണ്ണ വാങ്ങാൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ട സ്ഥിതിയാണ്. ഇത് വ്യാപാര കറന്റ് അക്കൗണ്ട് കമ്മികൾ കൂടാനും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കാനും വഴിയൊരുക്കും.
രൂപ തളരും, പിന്നാലെ ഓഹരി വിപണിയും. ഈ വർഷം സ്വർണ്ണവില 2 ലക്ഷം വരെ തൊട്ടാലും അത്ഭുതപ്പെടാനില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വില കുതിച്ചുയർന്നതോടെ സാധാരണക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. 1 പവൻ പോലും വാങ്ങാനാവാത്ത സാഹചര്യമാണെന്നാണ് ആളുകൾ പറയുന്നത്. അതേസമയം ഉപഭോക്താക്കളെ പോലെ തങ്ങളും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ചെറുകിട സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. കച്ചവട നഷ്ടത്തിലായതോടെ ജ്വല്ലറി പണി തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാരി അരുൺ മാർക്കോസ് പങ്കുവെച്ച വാക്കുകൾ ഇങ്ങനെ: നിലവിൽ വിവാഹത്തിന് 20 പവൻ 25 പവനൊക്കെ നൽകിയിരുന്ന ആളുകൾ ഇപ്പോൾ അത് ഗണ്യമായി കുറച്ച് 10 പവനിലേക്കും 15 പവനിലേക്കും ഒക്കെ കുറയ്ക്കുകയാണ്. സാധാരണ ഉണ്ടായിരുന്നതിനാൽ ഒരു 25% ആളുകൾ മാത്രമേ ഇപ്പോൾ സ്വർണ്ണക്കടകളിലേക്ക് വരുന്നുള്ളൂ. സ്വർണ്ണം പ്രീ ബുക്ക് ചെയ്യുന്നതിനെ ചെറുകിട വ്യാപാരികൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ വില വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഈ പ്രീ ബുക്കിംഗ് എടുത്താൽ ഈ സമയത്ത് വ്യാപാരികളെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകും. പക്ഷെ വൻകിട ജ്വല്ലറികൾ പ്രീ ബുക്ക് ചെയ്യുന്നുണ്ട്. അവർ അതിന് താല്പര്യം കൂടുതൽ കാണിക്കാറുണ്ട്, പരസ്യങ്ങൾ കൂടുതൽ ചെയ്യാറുണ്ട്. അതിനൊരു കാരണം ഇത്തരത്തിൽ ബുക്കിങ്ങിലൂടെ ലഭിക്കുന്ന പണം ഇവർ EPF-ലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്കും സംരക്ഷണം ലഭിക്കുന്നുണ്ട്. വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അത് പക്ഷേ ചെറുകിടക്കാരനെ സംബന്ധിച്ച് അത് എളുപ്പമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് പഴയ വിലയുടേതല്ലേ, അത് നിങ്ങൾക്ക് പഴയ വിലയ്ക്ക് തന്നുകൂടെ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് ആ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഗോൾഡ് വിറ്റാൽ തിരിച്ചടക്കണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ വിലയ്ക്ക് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും വ്യാപാരികൾ എപ്പോഴും കൃത്യമായി വ്യാപാരം നടന്നെങ്കിൽ മാത്രമേ ലാഭം അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ, അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. 18 ക്യാരറ്റ് ആഭരണങ്ങൾ ചോദിച്ച ആളുകൾ വരാറുണ്ട്. 22 ക്യാരറ്റിനെ അപേക്ഷിച്ച് 18 ക്യാരറ്റിന് വില കുറവാണ്. എന്നാൽ 22 ക്യാരറ്റിനേക്കാളും പണിക്കൂലിയാണ് 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് നൽകേണ്ടത്. കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ആഭരണങ്ങൾ സ്ഥിരമായി അണിയാനും പിന്നീട് ആവശ്യമെങ്കിൽ അത് പണമാക്കാനുമാണ്. അതുകൊണ്ട് 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് ചെറിയ തോതിലുള്ള കച്ചവടമേ ഉള്ളൂ. മലയാളികൾ അത്രമാത്രം പ്രാധാന്യമേ 18 ക്യാരറ്റിന് നൽകുന്നുള്ളൂ.